ഇന്നത്തെ നമ്മുടെ അധ്യക്ഷൻ മലയാള മിഷന്റെ തെലങ്കാന ചാപ്റ്ററിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട എം അബ്രഹാം, ഞാനിവിടേക്ക് വരാൻ കാരണക്കാരനായ എല്ലാവരും ആർക്കെ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, ഈ വേദിയിലുള്ള മലയാള മിഷന്റെ PRO ശ്രീമതി ആശാ മേരി ജോൺ, ശ്രീ ബാബു കുന്നുണ്ണി, പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം നാട്ടുകാരനും പരിചയക്കാരനുമാണ്. NSKKയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. ലിബി ബെഞ്ചമിൻ, PVK രാമൻ, P പ്രദീപ്, KD വിജയൻ, KS രാധാകൃഷ്ണൻ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ശ്രീജിത്ത് കാര്യാട്ട്, ബഹുമാന്യരായ സദസ്യർ. ഹൈദരാബാദിൽ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അത് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുള്ള ചില ഔദ്യോഗിക കാര്യങ്ങൾക്കായതുകൊണ്ട് വരുന്ന ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം എത്രയും തിരക്ക് പിടിച്ച് തിരിച്ചു പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പ്രിയപ്പെട്ട മലയാള സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും കാണാനും സംസാരിക്കാനുമുള്ള അവസരമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് വളരെ കൃത്യമായ ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നാട്ടിലെ അതേ ചൂട്, അതേപോലെ കൃത്യമായി 1971 കടമ്മനിട്ടയുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം ആദരിച്ചിരുന്ന അയ്യപ്പ പണിക്കർ സാർ ഇവിടെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ കാലം പഠിക്കാനുണ്ട്. അന്നത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ സാർ, ആന്ധ്രയിൽ ഗ്രീഷ്മം. ഗ്രീഷ്മം എന്ന് വെച്ചാൽ വേനൽക്കാലം എന്നാണ്. ആന്ധ്രയിലെ വേനൽക്കാലത്തിന്റെ ആ രൂക്ഷത മുഴുവൻ വാക്കുകളിൽ ആവാഹിക്കുന്ന ഒരു കവിതയാണ്. ഇപ്പൊ കേരളം ആന്ധ്രയെ കടത്തി വെക്കുന്ന ചൂടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വിഷയത്തെ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് ഏറ്റവും ശക്തമായി അവതരിപ്പിച്ച കവിയായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കിരാതവൃത്തം എന്ന കവിതയിൽ വനമൊക്കെ അരിഞ്ഞവർ അവരുടെ എല്ലാം കൈകൾ വെട്ടുന്നതിനെ കുറിച്ച് അദ്ദേഹം വായിക്കുന്നു. വളരെ വളരെ മുമ്പാണ്, 1969 ആ കവിത പ്രസിദ്ധീകരിച്ചത്. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ബോധത്തിന്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരങ്ങൾ പിന്നീട് 80കളിൽ സൈലന്റ് വാലി സമരത്തിന്റെ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള രചനകൾ ഒരു ബാഹ്യപ്രേരണയും ഇല്ലാതെ സ്വാഭാവികമായ ആത്മപ്രചോദനം കൊണ്ട് തന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതി. കടമ്മനിട്ട എന്ന കവിയുടെ വലിയ സവിശേഷത, അദ്ദേഹം തന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയ വിഷയങ്ങളെ കുറിച്ചല്ലാതെ ഒരു വരി പോലും എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതിയതെല്ലാം ഒരു കണക്കിന് ആത്മഗീതങ്ങളായിരുന്നു. അതേ സമയത്ത് അത് ചരിത്രത്തിന്റെയും നമ്മുടെ കാലഘട്ടത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും കവിതകളായിട്ട് മാറുകയും ചെയ്തു. പത്തനംതിട്ട പട്ടണത്തിന്റെ ഒരു 6 കിലോമീറ്റർ വടക്ക് മാറിയുള്ള വളരെ വളരെ അപരിഷ്കൃതമായിരുന്ന ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ ജനിക്കുന്ന കാലത്ത് കടമ്മനിട്ട എന്ന ഗ്രാമം. 1935 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഒരേ മാസത്തിലാണ്. മാർച്ച് മാസം 22 അദ്ദേഹത്തിന്റെ ജനന തീയതി. മാർച്ച് മാസം 31 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ആ 1935 തുടങ്ങിയുള്ള വർഷങ്ങൾ
ആ പ്രദേശത്ത് പത്തനംതിട്ട ടൗണിലേക്ക് നടന്നു പോവുകയല്ലാതെ ഒരു വഴിയില്ല. കോഴഞ്ചേരി എന്ന് പറയുന്ന കുറച്ച് പടിഞ്ഞാറുള്ള മറ്റൊരു ചെറിയ പട്ടണ പ്രദേശത്തേക്കും അതിനേക്കാൾ ദൂരമുള്ള പ്രദേശത്തേക്കും നടന്നു പോവുകയല്ലാതെ വഴിയില്ല. ആകപ്പാടെ ആ നാട്ടിലുള്ളത് 4ാം ക്ലാസ് വരെ മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു പ്രൈമറി സ്കൂൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. കിഴുക്കാൻ തൂക്കായ കുന്നുകൾ, ആ കുന്നുകളിൽ നിന്ന് അതിന്റെ താഴെയുള്ള പൊക്കകളിലേക്ക് എത്തി നോക്കുന്ന വലിയ വൻമരങ്ങൾ, അതിനിടയിലൂടെ ഒഴുകി പോകുന്ന വെള്ളച്ചാട്ടങ്ങൾ, മഴക്കാലത്ത് വലിയ രൗദ്രഭാവത്തിൽ ഒഴുകുന്ന നീരൊഴുക്കുകൾ, വേനൽക്കാലത്ത് നേർത്തൊഴുകുന്ന ചെറിയ അരുവികൾ, അതിനിടയ്ക്കുള്ള കുറച്ച് സ്ഥലം നിരപ്പാക്കിയെടുത്ത വയലുകൾ, ഇതൊക്കെയുള്ള വളരെ പരുഷമായ ഒരു പ്രകൃതിയുടെ മടിത്തട്ടിലേക്കാണ് കുട്ടിയമ്മ എന്ന ഒരു സ്ത്രീയുടെയും രാമൻ നായർ എന്ന ഒരു പുരുഷന്റെയും മകനായി കടമനിട്ട രാമകൃഷ്ണൻ ഈ മണ്ണിന്റെ ഗന്ധം നുകർന്ന് ജനിച്ചു വന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങേയറ്റം ജീവിത ദുരിതങ്ങളിൽ കൂടി കടന്നു വന്നവരാണ്. ആ കാലഘട്ടത്തിൽ പട്ടിണി കേരളീയ ഗ്രാമങ്ങളിൽ കുറച്ചൊക്കെ സാമ്പത്തിക സൗകര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിത്യ യാഥാർത്ഥ്യമായിരുന്ന കാലം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലോകയുദ്ധങ്ങൾക്കിടയിലുള്ള വലിയ സാമ്പത്തിക തകർച്ചയുടെ കാലഘട്ടം. കടമനിട്ട തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാലത്തെ ദാരിദ്ര്യത്തെ കുറിച്ച്, ആ കാലത്തെ ദുരിതങ്ങളെ കുറിച്ച്. അദ്ദേഹത്തിന്റെ സഹോദരനെ പോലെ അദ്ദേഹം പരിഗണിച്ചിട്ടുള്ള പടയണി എന്ന കലയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ കലാകാരന്മാരിൽ ഒരാളായ കടമനിട്ട വാസുദേവപ്രസാദ് ആ കാലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കഞ്ഞി കുടിക്കാൻ പറയുന്നു, താളും തലയും അരിഞ്ഞിട്ട് അത് വേവിച്ച് കഴിക്കും, പുളിങ്കുരു ചുട്ടും ഇങ്ങനെയൊക്കെ വിശപ്പടക്കിയിരുന്ന ആളുകൾ. അത്തരം ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു ജീവിത സാഹചര്യത്തിലാണ് എം.ആർ. രാമകൃഷ്ണ പണിക്കർ എന്ന കടമനിട്ട രാമകൃഷ്ണൻ ജനിച്ചതും വളർന്നതും. ഏതാണ്ട് അനാഥ അവസ്ഥയിലുള്ള മാതാപിതാക്കളായിരുന്നു. അമ്മയുടെ അമ്മ നേരത്തെ മരിച്ചുപോയി. ഭാര്യ മരിച്ചതോടുകൂടി ആ കുഞ്ഞിന്റെ സംരക്ഷണമൊന്നും ഏൽക്കാതെ ആ കടമനിട്ടയുടെ അമ്മ, കുട്ടിയമ്മയുടെ പിതാവ്, അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. നാട് വിട്ട് ഉത്തരേന്ത്യയിലേക്ക്, ഗംഗാതീരങ്ങളിലേക്ക് പോയി. അവിടെ വെച്ച് സന്യാസി. പിന്നെ ആ പെൺകുട്ടിയെ വളർത്തിയത് അവരുടെ അമ്മയുടെ ചേച്ചിയാണ്. ആ വീട്ടിൽ ഏതാണ്ട് ഒരു അറിയാമല്ലോ, അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി വളരുമ്പോഴുണ്ടാകുന്ന അനാഥ. ആ വീട്ടിൽ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ അനന്തരവനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് വിദ്യാഭ്യാസത്തിനൊന്നും അവസരമില്ല. ആ വീട്ടിലെ കന്നുകാലികളെ വയ്ക്കായിരുന്നു അയാളുടെ പണി. പക്ഷെ അയാളുടെ ഉള്ളിൽ ഒരു കലാകാരനുണ്ടായിരുന്നു. അയാൾ ആ നാട്ടിലെ പടയണി എന്ന അനുഷ്ഠാന കല ആരുടെയും അനുഗ്രഹമില്ലാതെ തന്റെ കഴിവുകൊണ്ട് മാത്രം പഠിച്ചെടുത്ത് ക്രമേണ അതിൽ ഒരു ആശാനായി മാറി. അതാണ് കടമനിട്ട രാമകൃഷ്ണന്റെ അച്ഛൻ, കടമനിട്ട രാമൻ നായർ അച്ഛൻ. അങ്ങനെയുള്ള വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ബാല്യത്തിലൂടെയാണ് ആ കുട്ടി കടന്നുപോയത്. കടമനിട്ട പറയുന്നുണ്ട്, താൻ കുഞ്ഞായിരുന്ന കാലത്ത് ഉണരുന്നതെല്ലാം അമ്മ പാടുന്ന വെളുപ്പാങ്കാലത്ത് അഞ്ജന ശ്രീധര തുടങ്ങിയ ആ കീർത്തനങ്ങളും സന്നിധാന കീർത്തനവും മറ്റും കേട്ടുകൊണ്ടാണ്. താൻ ഉറങ്ങിയിരുന്നതാകട്ടെ കൊച്ചു കുഞ്ഞായ തന്നെ അരികിൽ കിടത്തി തുടയിൽ തട്ടി തന്റെ പിതാവ് പടയണി ആശാനായ രാമനായരാശാൻ പാടിക്കൊണ്ടിരുന്ന പടയണി പാട്ടുകൾ കേട്ടുകൊണ്ടാണ്. ഈ പടയണി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ചും പമ്പയാറിന്റെയും മണിമലയാറിന്റെയും ഒക്കെ തീര ഗ്രാമങ്ങളിൽ ഭഗവതിക്കാവുകളിൽ നടന്നിരുന്ന ഒരു ഗ്രാമീണ അനുഷ്ഠാന കലയാണ്. അതിന് നാടൻ പാട്ട് മാതൃകയിലുള്ള പാട്ടുകളും ആ നാട്ടിലെ ആശാന്മാർ തന്നെ
രചിച്ചിട്ടുള്ള പാട്ടുകളാണ്. അത് ആരും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ആണ്ടിലാകപ്പാടെ ഒരിക്കൽ മാത്രമാണ് ഇത് രംഗത്ത് അവതരിപ്പിക്കുക. അത് ഓരോ ഗ്രാമത്തിലും അവിടുത്തെ രീതി അനുസരിച്ച് മാറ്റങ്ങളുണ്ട്. മധ്യതിരുവിതാംകൂറിൽ തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഓതറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പടയണി നടക്കാറുള്ളത്. അതുപോലെ ചെങ്ങന്നൂരിന്റെ അടുത്തുള്ള മുണ്ടങ്കാവ്, അങ്ങനെ പല സ്ഥലങ്ങളിലും പടയണി നടക്കാറുണ്ട്. അപ്പോ ഈ പാട്ടുകൾ മറന്നു പോകാതിരിക്കാനായിട്ട് പടയണി പാടുന്ന ആളുകൾ മിക്കവാറും ദിവസങ്ങളിൽ ഈ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ പാട്ടുകൾ പാടും. കാരണം ഇല്ലെങ്കിൽ ആണ്ടിലൊരിക്കലുള്ള അവതരണമാണ്. ആ ആണ്ടിലൊരിക്കൽ മാത്രം പാടാൻ നിന്ന് കഴിഞ്ഞാൽ അത് മറന്നുപോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഓരോരോ പാട്ടുകളായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ അച്ഛൻ പാടിയ പടയണി പാട്ടുകളും അമ്മ പാടിയിരുന്ന ഹരിനാമ കീർത്തനം തുടങ്ങിയ സ്തോത്രങ്ങളും കേട്ടാണ് തൻ്റെ ഉറക്കവും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ സത്യമായിരുന്നു. ആ കവിയെ പിന്നീട് സൃഷ്ടിച്ചത് ആ തരത്തിലുള്ള കൃതികളിൽ നിന്ന് ലഭിച്ച ഭാഷാ വൈഭവമായിരുന്നു, ഭാഷാ സിദ്ധിയായിരുന്നു. പക്ഷേ അദ്ദേഹം പഴമയിലേക്കല്ല പോയത്. അദ്ദേഹം വ്യക്തിപരമായിട്ടൊരു ഭക്തനായിരുന്നു. പക്ഷെ അദ്ദേഹം ഭക്തിയുടെയോ മതത്തിൻ്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കെട്ടുപാടിന്റെ അകത്ത് നിന്നുകൊണ്ടല്ല പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള തൻ്റെ ആ ഭാഷാസിദ്ധിയുടെ കഴിവുകൾ ഉപയോഗിച്ച് കവിതകൾ എഴുതി. മറിച്ച് തൻ്റെ ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്ന് തൻ്റെ കാലത്തിൻ്റെ അവസ്ഥയെ ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ വേണ്ടി പെട്ട പാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പശുവിനെ വളർത്തിയും അതിന്റെ പാല് കറന്നു വിറ്റും ഒക്കെയാണ്. അല്പമാത്രമായ കൃഷിസ്ഥലത്ത് അച്ഛൻ കൃഷി നടത്തുകയും അതുപോലെ തന്നെ നാട്ടിൻപുറത്തെ മറ്റ് വീടുകളിൽ നിന്ന് വാഴക്കുലയും കുരുമുളകും ഒക്കെ വാങ്ങി കോഴഞ്ചേരി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടുമൊക്കെയാണ് കുടുംബം പുലർത്തുന്നത്. അങ്ങനെയുള്ള കാലത്ത് പോലും രാമനായരാശാൻ പടയണി എന്ന കല അതിനുവേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിച്ച ഒരാളാണ്. ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു അംശം തൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ അത്തരത്തിലുള്ള ഒരു വായി നടന്ന് ലോകത്തെ ഉണർത്തുന്ന പ്രതിഭയുടെ ഒരു അംശം കടമനിട്ട രാമകൃഷ്ണനിൽ പിൽക്കാലത്ത് വളർന്നു വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഉണർത്തിയത് ജനതയെയാണ്. അത് ഒരു നാടോടി പാട്ടുകാരനെ പോലെ ബാർഡ് എന്ന് പറയുന്ന ഒരുതരം നാടോടി പാട്ടുകാരൻ, ഒരുപക്ഷെ തെലങ്കാനയിലുള്ളവർക്ക് ഗദ്ദലിനെയൊക്കെ പരിചയമുണ്ടാകും. ആ തരത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയി പാടി ആ ഗ്രാമീണരിൽ ആത്മബോധം നടത്തുന്ന തരത്തിലുള്ള പാട്ടുകാർ പഴയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആധുനിക കാലത്തെ ഒരു പാട്ടുകാരനായിട്ടാണ് നാം വ്യക്തമാക്കുന്നത്. അങ്ങനെ വളരുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾക്ക് ആധാരമായത് തന്റെ ചുറ്റുമുള്ള ജീവിതമാണ്. നാട്ടപ്പുറത്തെ സാധാരണ വീടാണ്. ആ വീട്ടിൽ കോഴിയെ വളർത്തുന്നു. അങ്ങനെ കുറെ നാൾ, പ്രത്യേകിച്ച് അദ്ദേഹം വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടത്തിലെ സന്ദർഭമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവിടെ പരാമർശിക്കപ്പെട്ട ശാന്തമ്മ ചേച്ചി, കുറച്ച് കോഴിമുട്ടകൾ അടവെച്ച് വിരിച്ചു. അങ്ങനെ അടവെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളെ കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ സംരക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ കടമനിട്ട തിരുവനന്തപുരത്ത് പോസ്റ്റൽ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന കാലമാണ്. വാരാന്ത്യങ്ങളിൽ മാത്രം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഭാര്യ കോഴിമുട്ട അടവയ്ക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പിന്നീട് അടുത്ത ആഴ്ച വരുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നത് കണ്ടു. അതിനടുത്ത ആഴ്ച വരുമ്പോൾ കുറച്ചുകൂടി വളർന്ന കോഴിക്കുഞ്ഞുങ്ങൾ ആ മുറ്റത്തൊക്കെ ചിക്കി പുറക്കി നടക്കുന്നത് കണ്ടു. അതിനടുത്ത ആഴ്ച വരുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായിരിക്കുന്നത് കണ്ടു. അപ്പൊ ഈ ഓരോ ഘട്ടത്തിലും ഈ തള്ളക്കോഴി എങ്ങനെയാണ് ഈ കുഞ്ഞു കോഴികളെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ. പിന്നീട് അടുത്ത 1-2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ
എഴുതി കൊണ്ടുവന്ന ഒരു കവിതയാണ് കോഴി എന്ന്. വളരെ പ്രസിദ്ധമായ കവിത, അതീവ ലളിതമായ കവിതയാണ്. തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കവിതയാണ്. അതിനകത്ത് സാധാരണഗതിയിൽ ഒരു അമ്മയുടെ മക്കളായി ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വരികൾ. അമ്മ നമ്മളെ നെഞ്ഞത്തടുക്കി ഉമ്മ വെച്ച് വളർത്തി എന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെത്ര രാവിന്റെ തൂവൽ കൂടി. നമ്മളെല്ലാവരും വളരുകയാണ്. ആ വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോകും. കാലാന്തരത്തിൽ അമ്മയും അച്ഛനും ഒക്കെ നമ്മളെ വിട്ട് അന്യലോകങ്ങളിലേക്ക് പോകും. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കാകുന്നു, പുതിയ കുടുംബം സൃഷ്ടിക്കുന്നു, പുതിയ ജീവിതം ഉണ്ടാകുന്നു, നമ്മുടെ അനന്ത തലമുറയെ സൃഷ്ടിക്കുന്നു. വീണ്ടും നമ്മളും കഥാവശേഷിക്കുന്നു. ഈ വലിയ ജീവിത പ്രതിഭാസത്തെ, മനുഷ്യബന്ധങ്ങളിലെ അടുപ്പത്തെയും അകലത്തെയും എങ്ങനെയാണ് ആളുകൾ മുതിരുന്നതോടൊപ്പം ആ പഴയ ബന്ധങ്ങളൊക്കെ മാറി മാറി പോകുന്നത്, എങ്ങനെയാണ് ആളുകൾ വളർന്ന് കൂടുതൽ മികവിലേക്ക്, വളർച്ചയിലേക്ക്, കൂടുതൽ പൂർത്തിയിലേക്ക്, പ്രായപൂർത്തിയിലേക്ക് എത്തുന്നത് എന്ന ചിത്രം അതീവ ലളിതമായിട്ട് ഏറ്റവും സാധാരണമായ വാക്കുകളും തികച്ചും ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കവിത എഴുതി കഴിഞ്ഞാൽ അത് ആരെങ്കിലും വായിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് കവിത എഴുതുന്നത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം അവ്യക്തമായി കിടക്കുന്ന ഒരു ആശയത്തെ ഏറ്റവും ഫലപ്രദമായ വാക്കുകളിൽ കേൾക്കുന്ന ആളിന്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന മട്ടിൽ എഴുതി ആ സൃഷ്ടികർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നിൽ നിന്ന് മൂർത്തമായ രൂപമുള്ള ഒരു ജീവിത യാഥാർത്ഥ്യത്തിന്റെ പ്രതീതി വായനക്കാരുടെ മനസ്സിലേക്ക് പകരാൻ കഴിയുന്ന മട്ടിലുള്ള വാക്കുകളുടെ ശില്പം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയ യാതനാഭരിതമായ വേദനാകരമായ ഒരു പ്രവർത്തനമാണ്. മികച്ച കവിതകൾ ഓരോന്നും എഴുതുമ്പോൾ തനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്ന അവസ്ഥയായിരുന്നു എന്നത് പറഞ്ഞു. അങ്ങനെയുള്ള കടമനിട്ട കോഴി എന്ന ഈ കവിത എഴുതിയതിനു ശേഷം, ഈ കവിത മാത്രമല്ല ഏത് കവിത എഴുതിയാലും അദ്ദേഹം അത് മനോഹരമായിട്ട് ആളുകളെ വായിച്ചു കേൾപ്പിച്ചു. അതിലൊരു മടിയും സാധാരണ പറയാറുണ്ട്, പാടാൻ പറഞ്ഞാൽ പാണന്റെ കുഞ്ഞിനും ഒരു അങ്ങനെ ഒരു ബലപ്പെടുത്തം വരുന്നുണ്ട്. പാട്ടുകാരനാണ്, ജന്മനാ പാട്ടുകാരനാണ്, പാട്ട് തൊഴിലായി കൊണ്ട് നടക്കുന്നവരാണ്. പഴയ രീതി അനുസരിച്ച് പറഞ്ഞതാണ്. അത്തരം ജാതി സൂചകമായ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഒരു ശൈലി എന്നുള്ളതിൽ പറഞ്ഞതാണ്. അങ്ങനെയുള്ള പാട്ട് ഒരു ജന്മകൃത്യമായിട്ട് കരുതുന്ന ആളുകൾക്ക് പോലും വെറുതെ പാടാൻ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ കടമനിട്ട അങ്ങനെ ആയിരുന്നില്ല. ആര് കവിത കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവരോട് കവിത എഴുതാൻ അദ്ദേഹത്തിന് മടിയില്ല. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയണ്ട, പുതിയ കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും, എടാ ഒരു കവിതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വളരെ മനോഹരമായിട്ട് ചൊല്ലിക്കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ഈ പുരാണ കൃതികളൊക്കെ വായിക്കുന്ന കാലത്ത് തന്നെ അമ്മയുടെ ശിക്ഷണത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കവിത എഴുതിയത് തുടർന്ന് വളർന്ന് വലിയ ആളായിട്ട് താൻ എഴുതിയ കവിതകളൊക്കെ അമ്മയെ ചൊല്ലി കേൾപ്പിക്കുകയും അങ്ങനെ ഈ കോഴി എന്ന കവിത എഴുതിയത് അമ്മയെ ചൊല്ലി കേൾപ്പിച്ചു. ആ കവിത മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ കടമനിട്ടയുടെ അമ്മ ഒറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. മോനെ നീ ഇതൊക്കെ ഓർത്തിരിക്കുന്നു. കാരണം ആ ബാല്യത്തിൽ ഈ കുട്ടികളെ വളർത്താൻ വേണ്ടി ആ അമ്മ പെട്ട പാടിന്റെ എല്ലാം, ആ ദുരിതത്തിന്റെ എല്ലാം, ആ ബദ്ധപ്പാടിന്റെ എല്ലാം, ആ സാന്ദ്രമായ വിഷാദവും സങ്കടവും ആ വരികളിൽ ഒതുങ്ങിയിരിക്കുന്നത് ആ അനുഭവത്തിന്റെ മുഖ്യ കണ്ണിയായിരുന്ന ആ അമ്മയ്ക്ക് വല്ലാതെ അവരെ ബാധിച്ചു. അങ്ങനെ അവര് കരഞ്ഞു. ഇത് കടമനിട്ടയുടെ അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, പലരും ഇത്തരത്തിലുള്ള ആ കവിത വായിച്ചതിന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ കടമനിട്ടയുടെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്,
കടമിട്ട കോഴി എന്ന കവിത എപ്പോൾ വായിച്ചു കേട്ടിട്ടുണ്ടെങ്കിലും എപ്പോൾ ചൊല്ലി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അറിയാതെ അല്പം ചിലപ്പോൾ പുറമേ അത് പ്രകടമായി പോകും, ഇല്ലെങ്കിൽ അറിയാതെ ഉള്ളിലെങ്കിലും ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. മക്കളെ വളർത്താൻ വേണ്ടി പാടുപെട്ടിട്ടുള്ള എല്ലാ അമ്മമാരുടെയും കഥയാണ് കോഴി എന്ന കവിതയിലുള്ളത്. അത് തിരിച്ചറിഞ്ഞ അമ്മയ്ക്കായാലും മക്കൾക്കായാലും സങ്കടത്തോടുകൂടി അല്ലാതെ ആ കവിത ഉൾക്കൊള്ളാൻ കഴിയുകയും ഇങ്ങനെ തൻ്റെ ആത്മാംശങ്ങളെ കവിതയാക്കി മാറ്റുകയാണ് അദ്ദേഹം. പക്ഷെ അതേ സമയത്ത് തന്നെ അത് വലിയ തോതിൽ ജീവിത സത്യങ്ങളെ ആവിഷ്കരിക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിന്റെ കവിത പിൽക്കാലത്ത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ പ്രധാന രചനകളൊക്കെ ഉണ്ടാകുന്നത് 1965 മുതൽ ഏതാണ്ട് ഒരു 80-82 വരെയുള്ള കാലഘട്ടത്തിലാണ്. പിന്നീട് അവസാന ഘട്ടത്തിൽ വളരെ കുറച്ച് കവിതകൾ എഴുതിയ ഒരാളാണ് കടമനിട്ട. അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം കൂടി കഷ്ടിച്ച് ഒരു 80ഓളം കവിതകളെ പ്രധാന കവിതകൾ എന്ന് പറയാൻ 1980 പ്രസിദ്ധീകരിച്ച കടമനിട്ടയുടെ കവിതകൾ എന്ന സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 56 കവിതകൾ. പക്ഷെ ആ 56 കവിതകൾ കൊണ്ട് ആ കാലഘട്ടത്തിൽ കേരളത്തെ മലയാളികൾ എവിടെ, കേരളത്തെ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്റെ സ്വരം എത്തിക്കാൻ, തന്റെ സാന്നിധ്യം എത്തിക്കാൻ, തന്റെ കവിതയുടെ വ്യക്തിത്വം കേൾവിക്കാരിലേക്കും വായനക്കാരിലേക്കും പകർന്നു കൊടുക്കാൻ കടമനിട്ടയ്ക്ക് കഴിയുന്നു. ഒരിക്കൽ ഞാനും അദ്ദേഹവും കൂടി ഒരു എന്റെ പ്രൊഫസറായിരുന്നു, അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു സന്ദർഭവശാൽ പോയി. അപ്പോൾ കടമനിട്ട സാധാരണ ഒരു കേന്ദ്ര സർക്കാർ ഓഫീസിലെ സാധാരണ ജീവനക്കാരൻ അദ്ദേഹമാണ്. ഞങ്ങൾ കാണാൻ പോയ ആളാണെങ്കിൽ കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ആളാണ്. കടമനിട്ടയെ കണ്ടപ്പോൾ അദ്ദേഹം ആ പ്രൊഫസർ കാണിച്ച സ്നേഹവും ബഹുമാനവും ആ പരിഗണനയും ഒക്കെ വളരെ അത്ഭുതകരമായിരുന്നു. അപ്പൊ കടമനിട്ടയ്ക്ക് തന്നെ അത് തോന്നി, വലിയ പരിഗണനയാണല്ലോ, വലിയ ബഹുമാനമാണല്ലോ സാർ നൽകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കടമനിട്ട എന്നോട് പറയാ, എടാ സാറ് പച്ചാട്ടത്തെ ബഹുമാനിച്ചത് നീ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു. അതെ, രാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള ബഹുമാനമല്ല, 56 കവിതയോടുള്ള ബഹുമാനം. ആ 56 കവിതയാണ് ഞാൻ ഈ തിരിച്ചറിവ് കടമനിട്ടയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാരണം ആ കാലത്ത് അദ്ദേഹം ഒറ്റമുണ്ടെടുത്ത് ഒരു മുറിക്കയ്യും ഷർട്ടുമിട്ട് ഡൽഹിയിലെ തെരുവുകളിൽ കൂടി നടന്നു. വലിയ ഡൽഹിയിലെ രൂക്ഷമായ മഞ്ഞുകാലത്ത് പോലും വലിയ കുപ്പായങ്ങളോ ഫോട്ടോ ഒന്നും ഇടാതെ അദ്ദേഹം ഡൽഹിയിൽ നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിമാനത്തിൽ പിൽക്കാലത്ത് പല പദവികളൊക്കെ വാങ്ങിക്കുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ഒറ്റമുണ്ട് കൊടുത്തായിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏത് സദസ്സിലും കടന്നിരുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ കവിതയുടെ മികവെന്താണെന്ന്, അതിന്റെ ബലമെന്താണെന്ന് നന്നായി അറിയാം. പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ ഒരു അഹങ്കാരം ഒരു മനുഷ്യനോട് പോലും കടമനിട്ട രാമകൃഷ്ണൻ എന്ന വ്യക്തി പുലർത്തിയിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താൻ എഴുതിയ കവിത വളരെ വിശിഷ്ടമായ സർവകലാശാല സദസ്സുകളിൽ ചൊല്ലിയിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സദസ്സിൽ ചൊല്ലിയിട്ടുണ്ട്, അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ അഖിലേന്ത്യാ കവി സമ്മേളനത്തിൽ ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ തന്റെ നാട്ടിലെ വയലിൽ കൊയ്ത്തുകാലത്ത് കർഷക തൊഴിലാളികളായ ദലിത് സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള ആ സദസ്സിലും അദ്ദേഹം കവിത എഴുതി. അവർ ചോദിക്കും, രമേശമഞ്ഞെ പുതിയ കവിതയൊന്നുമില്ലേ എന്ന് കുടുംബപ്പുറത്തേക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ തന്നെ ഒരു കവിത അദ്ദേഹം അവരെ ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ദലിത് സ്ത്രീയോടുള്ള അദ്ദേഹത്തിന്റെ ആദരവാണ് കുറത്തി എന്ന മലയാളത്തിലെ ഏറ്റവും സമുജ്വലമായ ചരിത്ര ചലനങ്ങളെ മുഴുവൻ ഏതാനും വരികളിൽ ഒതുക്കിയെടുത്ത ഇതിഹാസ തുല്യമായ കുറത്തി എന്ന കവിത എഴുതാനുള്ള പ്രേരണയായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ അനുഭവങ്ങളിൽ നിന്നാണ്, അല്ലാതെ കേട്ട അറിവുകളിൽ നിന്നോ വായിച്ച
അറിവുകളിൽ നിന്നോ ചരിത്രത്തെ കുറിച്ചുള്ള വിജ്ഞാനത്തിൽ നിന്നും ഒന്നുമല്ല കടമ്മനിട്ട കവിത എഴുതിയത്. അതെല്ലാം ഉണ്ട്. അദ്ദേഹം നല്ല വായനക്കാരനായിരുന്നു. പുരാണങ്ങളിൽ, ആധുനിക കവിതയിൽ ഒക്കെ തന്നെ നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛനായ സന്യാസി, അദ്ദേഹം ജാനകീദാസ് എന്ന പേരിൽ പിൽക്കാലത്ത് ഹിമാലയ സാനുവിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരികയും കോട്ടയത്തിനടുത്തുള്ള കറുവച്ചാൽ എന്ന സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ അപ്പോഴേക്കും കടമ്മനിട്ടയുടെ അമ്മ വിവാഹിതയും കടമ്മനിട്ടയും അഞ്ചന്മാരും ഒക്കെ ജനിച്ചിരുന്നു. തന്റെ അച്ഛൻ നാട്ടിൽ വന്ന് ഒരു സന്യാസിയായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കടമ്മനിട്ടയുടെ അമ്മ കേട്ടറിഞ്ഞ് ആ ആശ്രമത്തിൽ ചെന്ന് തന്റെ അച്ഛനെ കാണുകയാണ് ചെയ്തത്. സന്യാസിയായതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ലോക്യമൊന്നും കാണിക്കാൻ പോയില്ല. പക്ഷേ ഈ മൂത്ത കുട്ടി, അന്ന് രാമകൃഷ്ണന് 7-8 വയസ്സേ ഉള്ളൂ, ഈ കുട്ടിയുമായിട്ടാണ് അതായത് രാമകൃഷ്ണന്റെ അമ്മ തന്റെ പിതാവായ സ്വാമി ജാനകീദാസിനെ കാണാനായിട്ട് ചെല്ലുന്നത്. അദ്ദേഹം പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോൾ അവനിൽ പ്രതിഭയുടെ എന്തോ ലക്ഷണം കണ്ടതുപോലെ അവനെ അടുത്ത് പിടിച്ച് അനുഗ്രഹിക്കുകയും ഇനി ഇടയ്ക്കൊക്കെ വരണം, ഇവനെയും കൂട്ടി വരണം എന്ന് തന്റെ മകളോട് പറയുകയും ചെയ്തു. അല്ലാതെ മകളോടുള്ള ലൗകികമായ ഒരു സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. പക്ഷെ ആ കുട്ടിയെ പ്രതിഭയെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് സ്കൂൾ അവധിക്കാലങ്ങളിലൊക്കെ ഈ രാമകൃഷ്ണൻ എന്ന കുട്ടി ആ ആശ്രമത്തിൽ പോയി താമസിക്കുമായിരുന്നു. അവിടെ സാമാന്യം നല്ല ഒരു പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. എല്ലാം പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെയാണ്. അതെല്ലാം അത് രാമകൃഷ്ണൻ വായിച്ചു. കുറേയൊക്കെ മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. പദ്യരൂപത്തിലുള്ളത് എന്ത് വായിച്ചാലും അത് മനസ്സിൽ പതിയും, ആഴത്തിൽ പതിയും. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം മറക്കുകയുണ്ടായി. അതായിരുന്നു കടമ്മനിട്ടയുടെ ഒരു വലിയ ശ്രദ്ധ. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു കവിയെങ്കിലും കടലാസ് നോക്കി, പുസ്തകം നോക്കി കവിത വായിച്ചിട്ടില്ല. പൊതുവെ അദ്ദേഹത്തിന്റെ കവിതകൾ ദൈർഘ്യമുള്ളവയാണ്. ഇപ്പൊ കുറത്തി, അത് തന്നെ ഏതാണ്ട് 4-5 പേജ് ദൈർഘ്യമുള്ള 10-300 വരികളുള്ള ഒരു കവിതയാണ്. അതുപോലെ തന്നെ ശാന്ത, അതീവ ഗാഠതയുള്ള 4-5 പേജ് ദൈർഘ്യമുള്ള വലിയ ഒരു കവിതയാണ്. മിക്ക കവിതയുമല്ല. അതുപോലെ ആദ്യകാല രചനകളിലൊന്നായ പുരുഷ സൂക്തം 5 ഖണ്ഡങ്ങളിൽ വളരെ ദൈർഘ്യമുള്ള 10-20 പേജുള്ള ഒരു കവിതയാണ്. ഇതെല്ലാം അദ്ദേഹം മനഃപ്പാഠമായിട്ടാണ് ഏത് വേദിയിലും ചൊല്ലിയിരുന്നത്. ഇപ്പോൾ പ്രസക്തമല്ലെങ്കിലും അന്ന് എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം അറിയാമായിരുന്ന ഒരു കാര്യമുണ്ട്. കടമ്മനിട്ട മദ്യപിക്കുമായിരുന്നു. മദ്യപിക്കുക മാത്രമല്ല, പലപ്പോഴും വേദികളിൽ കവിത എഴുതുന്നതിന് ഒരു ഊർജ്ജസ്വലത കിട്ടാനായിട്ട് അല്പം മദ്യം സേവിക്കുന്ന സ്വഭാവത്തിന് പിൽക്കാലത്ത് സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ രൂപപ്പെട്ടതാണെങ്കിലും ആ ഒരു ശീലം ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ ശീലം ഉപേക്ഷിക്കുകയും പിന്നീട് ഒരിക്കലും മദ്യം കൊണ്ടാതാവുകയും ചെയ്തു. അങ്ങനെ ഈ മദ്യപിച്ചുകൊണ്ട് വേദിയിൽ കവിത എഴുതിയിരുന്ന കാലത്ത് പോലും എത്ര ദീർഘമായ കവിതയാണെങ്കിലും ഒരു അക്ഷരം പോലും തെറ്റാതെ അദ്ദേഹത്തിന് തന്റെ കവിതകൾ മുഴുവൻ ചൊല്ലാൻ കഴിയുന്നു. അത്രമാത്രം കവിതകൾ, പദ്യരൂപത്തിലുള്ള രചനകൾ ഹൃദയസ്ഥമാക്കി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹത്തിന്റെ പല കവിതകളും ഗദ്യത്തിലുള്ളവയാണ്. അങ്ങനെയുള്ളത് അദ്ദേഹത്തിന് മനഃപ്പാഠമാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പല വരികളും ഓർമ്മയിൽ നിന്ന് ചൊല്ലാൻ കഴിയുന്നു. കാരണം എനിക്ക് ആ ഒരു പരിശീലനം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയുള്ള ആ കടമ്മനിട്ട അദ്ദേഹത്തിന്റെ കവിതകൾ മുഴുവൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അദ്ദേഹം ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു. കാരണം ഏറ്റവും നന്നായി പാഠം വായിക്കുന്നു, ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ പദ്യം ചൊല്ലുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില സവിശേഷതകളുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം വേരുകൾ നിലനിന്നത് ആ പടയണിപ്പാട്ടുകൾ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് പിന്നീട് വർഷത്തിലൊരിക്കൽ മാത്രം ആവിഷ്കരിക്കുന്ന രംഗാവതരണത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അത് പാടി ഉറപ്പിച്ചിരുന്ന സ്വന്തം പിതാവിന്റെ ആ ഓർമ്മശക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ സൃഷ്ടിയിൽ പ്രവർത്തിച്ചത്. ഇത് അവസാന കാലങ്ങളിലുണ്ടായി. അദ്ദേഹം കവിത എഴുതാതായി കഴിഞ്ഞിട്ടും കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് കാതോർത്തിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഒരു വരിയും കടലാസിന്റെ സാന്നിധ്യമില്ലാതെ, ആ ഒരു മാധ്യമമില്ലാതെ ഓർമ്മയിൽ നിന്ന് കേൾവിക്കാരിലേക്ക് പകരുന്ന, ആസ്വാദകത്തിലേക്ക് പകരുന്ന ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയത്.
അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. എഴുതുന്നത് വേദനയാണ്, പക്ഷെ ചൊല്ലുമ്പോൾ ആ വേദന മാറുന്നു. ഒരാളെങ്കിൽ ഒരാളുള്ള ആ സഹസിന് മുമ്പിലേക്ക് ഈ കവിത ചൊല്ലുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആനന്ദത്തിന്റെയും ആ കവിത അങ്ങോട്ട് പകർന്നു നൽകുന്ന അനുഭൂതിയുടെയും പ്രതിഫലനം അവരുടെ മുഖത്തുണ്ടാകുമ്പോൾ അതാണ് തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് കടമ്പനിട്ട പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കവിതയ്ക്ക് പ്രതിഫലം വാങ്ങിയിരുന്ന ആളല്ല. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും വേണ്ടി വന്നിരുന്നില്ല. ഇവിടെ രാധാകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് കോളേജിൽ കവിയരങ്ങിൽ ക്ഷണിക്കാനായിട്ട് ഞാൻ ചെന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പന്തളത്ത് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് 10-12 കിലോമീറ്ററുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നാട്ടിൻപുറത്തുള്ള പഴയ മഞ്ഞയും കറുപ്പും അടിച്ച ഒരു ടാക്സിയൊക്കെ വിളിച്ചാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഇല്ലാത്ത കാശ് കൊടുത്തി വണ്ടി വിളിക്കാൻ പോയത്, നമുക്ക് ലൈൻ ബസ്സിൽ പോകാമായിരുന്നു. ഇവിടെ പറഞ്ഞത് സത്യമാണ്. ഇത് അവിടെ മാത്രമല്ല, അദ്ദേഹം കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ തെന്നിപ്പലത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ റിസർച്ച് ചെയ്തിരുന്ന കുറെ കുട്ടികൾ അവര് കടമനിട്ടയുടെ ഒരു കവിയരങ്ങ് നടത്തണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പോ അവർ ചെന്നപ്പോ ശരി വരാം, ഇന്ന ദിവസം എനിക്ക് സൗകര്യമാണ്, വൈകുന്നേരം വരാം എന്ന് പറഞ്ഞു. അപ്പോ ഈ സംഘാടകരായ 2 യുവാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ അദ്ദേഹത്തെ വൈകിട്ട് കാണാൻ ചെന്നു. ഒരു 3 മണി സമയത്ത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം ഫയലൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ശരി പോകാൻ ഇറങ്ങിയപ്പോൾ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് സാമ്പത്തികമൊക്കെ? അപ്പൊ പറഞ്ഞു, സാറേ നമുക്കൊരു ടാക്സി വിളിച്ച് പോവാം. വേണ്ട, നമുക്ക് ബസ്സിൽ പോവാം. അങ്ങനെ കോഴിക്കോട് ടൗണിൽ നിന്ന് തെന്നിപ്പലത്തേക്ക് ബസ്സിൽ പോയി കവിത ചൊല്ലി പിരിഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം 100% വസ്തുതകളാണ്. ഇതെല്ലാം ആരെങ്കിലും എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ആധാരമാക്കി മാത്രമാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഗാഢമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് കടമനിട്ട രാമകൃഷ്ണൻ. ഞാൻ പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനിടയായി. തുടർന്നുള്ള കാലത്ത് ഏതാണ്ട് അദ്ദേഹത്തിന്റെ മരണം ഏതാണ്ട് 76-77 കാലത്താണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്. അത് കഴിഞ്ഞ് സുദീർഘ വർഷങ്ങളിലെ അടുത്ത ബന്ധം ആ വീട്ടിലെ തന്നെ ഒരു അംഗമായിട്ട് ഞാൻ മാറുന്നു. അവിടെ എത്രയോ ദിനരാത്രങ്ങൾ ആ വീട്ടിൽ ഞാൻ കഴിച്ചു കൂട്ടിയിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്തമ്മ ചേച്ചി, അവിടെ വരുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് കവികളുണ്ട്, കലാകാരന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അങ്ങനെ ആരും അദ്ദേഹത്തിന് സുഹൃത്തുക്കളാണ്. ആരാ വീട്ടിൽ വന്നാലും ഒരു നിർബന്ധമുണ്ട്, ഭക്ഷണം കഴിച്ചേ പോകാൻ. അത് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കുട്ടിയമ്മ വളരെ പ്രയാസം അനുഭവിച്ച് മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പോലും ആരെങ്കിലും ആ വീട്ടിൽ ചെന്നാൽ ഉള്ള ഭക്ഷണത്തിന്റെ ഒരു അംശം ആ ചെല്ലുന്ന ആളുകൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന്. അവസാന കാലത്ത് അദ്ദേഹം രോഗബാധിതനാണ്. ആ രോഗബാധയുടെ ഒരു ഘട്ടത്തിൽ ഏതാണ്ടൊരു പ്രകൃതി ജീവനം പോലെയുള്ള ഭക്ഷണം കഴിക്കാനുണ്ട്. സാധാരണ ഭക്ഷണമൊക്കെ ഒഴിവാക്കി പച്ചക്കറികളൊക്കെ ഒരു ഹാഫ് ബോയിൽഡായിട്ട് തയ്യാറാക്കി കഴിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോ അദ്ദേഹത്തെ കാണാനായിട്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന് ആയിട്ട് പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ ചെന്നു. അന്ന് അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന കാലാവധി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അദ്ദേഹത്തിന് നല്ല സുഖമില്ല എന്നറിഞ്ഞ് ആരാധനയോടുകൂടി കാണാൻ ചെന്നു. അപ്പോ കടമനിട്ട ഈ പ്രത്യേക തരത്തിലുള്ള ആ പച്ചക്കറി ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമായിരുന്നു. എന്റെ വീട്ടിലൊക്കെ ആ കാലത്ത് വരുമ്പോൾ അദ്ദേഹം മുൻകൂട്ടി പറയും, ഈ തരത്തിൽ പച്ചക്കറികൾ വേവിച്ചുള്ള ഒരു കൂട്ടാൻ വേണം, ചപ്പാത്തി. അപ്പൊ ആ കൂട്ടാൻ എന്റെ മക്കളുടെ കടമനിട്ട കൂട്ടാൻ, അതായത് ഇരുവില്ലാതെ പച്ചക്കറി മാത്രം ഒരു ഹാഫ് ബോയിലാക്കി അതേ രീതിയിൽ പാകം ചെയ്യുന്നു. എന്റെ ശ്രീമതി അത് ഒരു വിലക്ക് മേടിച്ചു. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷവും നമ്മുടെ വീട്ടിൽ ഈ കൂട്ടാൻ ഉണ്ടാക്കുന്നത്.
അപ്പോ ഈ ഈ കാണാൻ ചെന്ന ആള് പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും, എറണാകുളം ജില്ലയിലെ ഒരു ലൈബ്രറി പ്രവർത്തകനാണ് കാലടി മുരളി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവിടുത്തെ SNDP ലൈബ്രറിയുടെ ലൈബ്രറി. അദ്ദേഹം കടമനിട്ടെ കാണാൻ ചെന്നു. അപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ കടമനിട്ടെ പരിചയപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചെയ്തത് കൈ നീട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുരളി കൈ നീട്ടി. അപ്പോൾ ആ കൈയിലേക്ക് സ്പൂൺ കൊണ്ട് 2 സ്പൂൺ ഈ ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പൊ ഇയാൾക്ക് ഇത് കഴിക്കാമോ, സാറിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണെന്ന് ഇയാൾക്ക് കഴിക്കാമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അപ്പൊ ഇയാളൊന്ന് സംശയിച്ചു. അപ്പൊ കടമനിട്ട പറഞ്ഞു, ഇത് കടമനിട്ട പ്രസാദമാണ്, കഴിച്ചു. ആ മനുഷ്യൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതിൽ പരം സാഫല്യം ഉണ്ടായ ഒരു മുഹൂർത്തമില്ല. ഇത്തരത്തിലായിരുന്നു തന്റെ സഹജീവികളെ കടമനിട്ട കണ്ടത്. വലിയ കവിയായതുകൊണ്ട് മാത്രമല്ല, ഒരു വലിയ മനുഷ്യൻ കൂടിയായിരുന്നു കടമനിട്ട. കവിയെ കാണാൻ കവിയുടെ വീടിന്റെ ഗേറ്റിൽ ചെന്നാൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത മഹാകവികൾ അദ്ദേഹത്തിന് സമകാലികരായിട്ട് തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് കടമനിട്ടയെ പോലെയുള്ള വളരെ അത്യപൂർവമായി ജനിച്ചപ്പെട്ട എഴുത്തുകാർ മലയാളത്തിലുണ്ടായത്. ഒരിക്കലും വെറും വണ്ടിക്കൂലി കൊടുത്താൽ പോലും ചെന്ന് കവിത എഴുതുന്ന ഒരു കാലം കടമനിട്ടയ്ക്കുണ്ടായി. പലപ്പോഴും നാട്ടിൻപുറങ്ങളിലൊക്കെ പോയി കവിത എഴുതി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വണ്ടിയും മുളവും കാണില്ല. റോഡിലൊക്കെ ഇറങ്ങി നിന്ന് രാത്രിയിൽ വരുന്ന തടിലോറിയിലും ഒക്കെ കയറി തിരുവനന്തപുരത്തേക്ക് പോയ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഇന്നാണെങ്കിൽ ഇപ്പോ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഇവിടേക്ക് വളരെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ഒക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനാണ് തീരെ പ്രസിദ്ധനായ ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ പേര് പറഞ്ഞാൽ അറിയാവുന്ന ആളുകൾ വിരലിലെണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ ധാരണ. അല്ലാതുള്ളവർക്ക് ആരും വരാൻ എന്നുള്ള ഒരു ധാരണയുണ്ടാവും. അതിന്റെ കുറ്റം അല്ലാത്തതാണ് വസ്തുത. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സമ്പത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നുമല്ലാതെ കവിത എന്ന് പറയുന്ന ആ ഒരു സാംസ്കാരിക വിഭവത്തെ തന്റെ സഹജീവികളിലേക്ക് പകരുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കാനായിട്ട് എന്ത് ക്ലേശവും സഹിച്ചിരുന്ന ഒരാളായിരുന്നു. അതിൽ സായുജ്യം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു കടമനിട്ടയാണ്. അദ്ദേഹത്തിന്റെ രചനകൾ അതിന്റെ ഉള്ളടക്കത്തിലേക്ക്, അതിന്റെ ആശയ സംഹിതകളിലേക്ക്, അത് നമ്മുടെ ആ കാലഘട്ടത്തിലുണ്ടാക്കിയ ചലനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അദ്ദേഹം 1996 മുതൽ 5 കൊല്ലക്കാലം കേരള നിയമസഭയിലെ അംഗമായിരുന്നു, MLA ആയിരുന്നു. ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ MLA ജയിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമായ ആറന്മുള മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചതും ജയിച്ചത്. സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനെ മത്സരത്തിൽ നിർത്തിയാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് LDF അറിയാമായിരുന്നു. അപ്പോൾ പിന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ട് അല്ലെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് ഉറപ്പായിട്ട് കിട്ടും. അതിന് പുറത്ത് വ്യക്തി എന്നുള്ള നിലയിലുള്ള ഏത് തരത്തിലുള്ള വോട്ട് സമാഹരിക്കാൻ കഴിയും, അങ്ങനെ ഒരാളെ നിർത്താം എന്നുള്ള നിലയിൽ മാത്രമാണ് കടമനിട്ടയെ ആ ഇലക്ഷന് അവിടെ മത്സരിപ്പിച്ചത്. അദ്ദേഹത്തിന് രാഷ്ട്രീയം നോക്കാതെ ആ നാട്ടുകാർ നമ്മുടെ രാമകൃഷ്ണനല്ലേ എന്ന് പറഞ്ഞ് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ്. ഇത് കവിതയുടെ പേരിലുള്ള ഒരു ബോണസായിട്ടാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ ഒരു അധികാരത്തിൽ ആ ഒരു അവസരം ലഭിച്ചത്. ആ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ എങ്കിൽ പോലും അതിനൊക്കെ എത്രയോ കാലം മുമ്പ് ആ നാട്ടിലും മറ്റു പ്രദേശങ്ങളിലും കേരളത്തിലെവിടെയും ഓരോ ഗ്രാമത്തിലും ചെന്ന് കവിത ചൊല്ലി ആ നാട്ടുകാരിൽ ഒരാളായി മാറിയ കടമനിട്ട രാമകൃഷ്ണൻ എന്ന കവിയോടുള്ള ഒരു ആദരവ് കൂടി വാസ്തവത്തിൽ ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പത്തനംതിട്ട ജില്ലയിലെ വളരെ ഉൾപ്രദേശത്തുള്ള ഒട്ടും പരിഷ്കാരമില്ലാത്ത, ജീവിത സൗകര്യങ്ങളില്ലാത്ത, വിദ്യാഭ്യാസ സൗകര്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആ കടമനിട്ട. അവിടെ ഇന്ന് കടമനിട്ട രാമകൃഷ്ണൻ 2008 അന്തരിക്കുന്നത്. ആ സ്ഥലത്ത് അദ്ദേഹം മരിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്ന LP സ്കൂൾ, അന്ന് ആ LP സ്കൂൾ മാത്രമേ ആ സ്ഥലത്തുള്ളൂ. ആ സ്കൂൾ അദ്ദേഹം
MLA ആയിരുന്ന കാലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർത്തി. അതിനു മുമ്പ് തന്നെ UP സ്കൂളും ഹൈസ്കൂളും ഒക്കെ ആയിരുന്നു. അതിന്റെ 100ാം വാർഷികത്തിനാണ് ഞാൻ അവിടെ പോയി, ഏറ്റവും അവസാനം പോയി. ആ ഗ്രാമത്തിൽ ഞാൻ നിരന്തരമായി പോയിക്കൊണ്ടിരുന്നതാണ്. സമീപകാലത്ത് അധികം പോകാൻ അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ പഠിച്ചിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഞാൻ പറയുമ്പോൾ ആ നാട്ടിലെ ആളുകൾക്ക് പോലും അപരിചിതമായ കാര്യമാണ്. നമ്മളിവിടെ കമ്മ്യൂണിറ്റിയുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ച് പറഞ്ഞു. 1935 മാർച്ച് 22 അത് അദ്ദേഹത്തിന്റെ ശരിയായ പിറന്നു വീണ ദിവസമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകളിലും എല്ലാ രേഖകളിലും ഉള്ളത് 1934 മാർച്ച് 17. അതിനൊരു രഹസ്യമുണ്ട്. അദ്ദേഹത്തെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ, 1ാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ 1939 40 ആണ് 1ാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുവന്നത്. 38 മറ്റോ. അപ്പൊ അന്നത്തെ ഒരു രീതി, ഈ ചെല്ലുന്ന കുട്ടി മിടുക്കനാണോ അല്ലയോ എന്നറിയാൻ, 1ാം ക്ലാസ്സിൽ ചേർക്കാനുള്ള ഒരു യോഗ്യത ഇതിനുണ്ടോ എന്നറിയാൻ വേണ്ടി ഹെഡ് മാസ്റ്റർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററുടെ വിലയിരുത്തലിന് അനുസരിച്ച് ചിലപ്പോൾ അവനെ 1ാം ക്ലാസ്സിൽ ചേർക്കും, കൂടുതൽ മിടുക്കൊന്നും ഇല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ ചേർക്കും, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവനെ 2ാം ക്ലാസ്സിൽ ചേർക്കും, നല്ലപോലെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 3ാം ക്ലാസ്സിൽ ചേർക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടി. സുഗതമായ ടീച്ചർ 3ാം ക്ലാസ്സിലാണ് ആദ്യം ചേർന്നത്. കടന്നിട്ട് 2ാം ക്ലാസ്സിൽ ചേർക്കും. അപ്പോൾ ഒരു പറ്റുപറ്റി അദ്ദേഹം 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ് കഴിഞ്ഞ് പിന്നെ അടുത്ത UP സ്കൂളിൽ പോയി. അവിടെ 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അന്ന് മലയാളം 7ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, അതായത് ഇപ്പോഴത്തെ പോലുള്ള ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെയുള്ള രീതിയാണ്. അപ്പൊ ആ 7ാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷ, ഈ മലയാളം 7ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ആ പാസ്സാകുന്ന ആളിന് 1ലെയും 2ലെയും സാറാകാൻ പറ്റും. കാര്യം നിലനിൽപ്പഴേ പോലുള്ള ആളുകൾ അങ്ങനെ അധ്യാപകരായ ആളുകൾ. അപ്പോ അന്ന് പബ്ലിക് പരീക്ഷ ആയതുകൊണ്ട് 13 വയസ്സ് തികഞ്ഞെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ. ഈ കുട്ടിക്ക് 13 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അന്ന് ഇതുപോലെ പഞ്ചായത്തോ ജനമരണ രജിസ്ട്രേഷനോ ഒന്നുള്ള കാലമാണ്. ഈ അച്ഛനെ കൊണ്ട് ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചു. ഇവന്റെ ഇന്നതാണ് ഇവന്റെ കുറ്റപ്പെടുത്തൽ, അന്ന് ചേർത്ത സമയത്ത് ഒരു തെറ്റ് പറ്റിപ്പോയത്. അങ്ങനെ ഹെഡ് മാസ്റ്റർ ആ തരത്തിലുള്ള ഒരു രേഖപ്പെടുത്തൽ കടന്നിട്ട UP സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററിൽ നടത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1934 മാർച്ച് 17 എന്ന് മാറ്റിയത്. അദ്ദേഹത്തിന്റെ പെൻഷൻ സകല രേഖകളും. അതുകൊണ്ട് ഒരു കൊല്ലം നേരത്തെ പെൻഷൻ പറ്റിയിട്ട് നല്ല ശമ്പളം കിട്ടുന്ന കാലത്ത് ഒരു കൊല്ലത്തെ കാശ് പോയി എന്ന സങ്കടവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള പല പല കാര്യങ്ങൾ ഇതൊക്കെ പോയി ആ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് ജീവിതത്തിൽ എഴുതിയത്. നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു സംഗതി, ഒരു കാര്യമായ അന്വേഷണം നടത്തേണ്ടി വന്നൊരു സംഭവം ഉണ്ടായത് 1971 ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന് കേന്ദ്ര ഓഫീസിൽ, അതായത് തപാൽ ഓഡിറ്റ് വകുപ്പിന്റെ ഡൽഹിയിലെ ആസ്ഥാന ഓഫീസിൽ ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ നിയമനമുണ്ട്. 3 വർഷത്തേക്കായിരുന്നു നിയമനം വന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പ്രയാസമാണെന്ന് തിരിച്ചു പോയി. അപ്പോ ആ സമയത്ത് 1971 ഏപ്രിൽ 1 മുതൽ 72 മാർച്ച് 31 വരെയാണ് അദ്ദേഹം അവിടെ സേവനം അനുഷ്ഠിച്ചത്. അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പിൽ 1970 ഏപ്രിൽ മുതൽ ഒരു വർഷക്കാലം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു എന്ന് എഴുതി. ആ ലേഖനത്തിൽ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഇൻഡോ പാക് യുദ്ധം നടക്കുകയാണ്. അതായത് ബംഗ്ലാദേശ് രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് 71 യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധകാലത്ത് ഡൽഹിയിലാകെ ഈ വെളിച്ചം പാടില്ലാത്ത കാമോഫ്ലാക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. വിമാനങ്ങളൊക്കെ വന്ന് ബോംബിടുമെന്നുള്ളത് കൊണ്ട് ലൈറ്റ് പാടില്ല. അങ്ങനെ ഒരു ഇരുണ്ട അന്തരീക്ഷത്തിൽ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ
അദ്ദേഹവും ചില കൂട്ടുകാരായ മലയാളി കവികളും കൂടി അല്പം മദ്യമൊക്കെ സേവിച്ച് കവിത ചൊല്ലി നിന്നതിനെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അവിടെ ഒരു യുക്തിഭംഗം വേണ്ട. കാരണം 70 ഏപ്രിൽ മുതൽ 71 മാർച്ച് 31 വരെയാണെങ്കിൽ അതിനിടയിലല്ല ബംഗ്ലാദേശ് വിമോചനം നടന്നത്. ആ യുദ്ധം നടന്നത് 71 ഡിസംബറിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച്, അദ്ദേഹം എഴുതിയ കണക്കനുസരിച്ചാണെങ്കിൽ 71 ഏപ്രിലിൽ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ വന്നിരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് സംശയം തോന്നി. ഞാൻ അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസിൽ പോയി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ കണ്ട് ഇതിന്റെ രേഖകൾ പരിശോധിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പരിശോധിക്കുന്നു. പിന്നെ എന്നാൽ പോലും, അതായത് ആ അനുഭവത്തിലൂടെ കടന്നുപോയ ആൾക്ക് പോലും ഓർമ്മ പരിശോധിക്കാം. പക്ഷേ ചരിത്രം എഴുതുന്ന ആൾക്ക് ഓർമ്മ പരിശോധിക്കാൻ പാടില്ല. അദ്ദേഹം എഴുതിയ കാര്യമല്ല, മറിച്ച് വസ്തുതയാണ് ശരി. കാരണം ഒരു വലിയ ചരിത്ര സംഭവത്തെ അതിന് തെളിവായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു. അത് ബംഗ്ലാദേശ് വിമോചനത്തിന്റെ സമയത്ത് അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ഒരു 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 സജ്ജീകരണം, വലിയ തരത്തിലുള്ള ഒരു ഹോംവർക്ക് ഏതാണ്ട് 500 പേരോളമുള്ള ആ വലിയ ജീവചരിത്രങ്ങളുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളേറെ എന്നെ സഹായിച്ചത് എൻ്റെ 18 വയസ്സ് മുതൽ ഏതാണ്ട് 38 കൊല്ലം അദ്ദേഹത്തോടൊപ്പം, അവസാന കാലത്ത് അദ്ദേഹം MLA പദവികളിലൊക്കെ ഉള്ള കാലത്തൊക്കെ വല്ലപ്പോഴും കാണുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കവിത ഊർജ്ജസ്വരമായി ജ്വലിച്ചു നിന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു സഹചാരിയായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കൂടെ നടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരുപാട് നന്മകളുണ്ടായി. അദ്ദേഹത്തെക്കാളൊക്കെ വളരെ, എന്നേക്കാൾ പ്രായം നോക്കിയ പിള്ളേർ അദ്ദേഹത്തിനോട് ഇന്ന് മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉത്സാഹപ്പെടുത്തുന്നത് കഴിക്കാനോ കഴിച്ചെന്ന് പറയും. താല്പര്യമില്ലാത്ത ഒരാളോട് ഒരിക്കലും പറയുന്നതായി ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് മദ്യപിക്കുകയോ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. എത്രയോ മദ്യപാന സദസ്സുകളിൽ ഞാൻ അതിന്റെ സാക്ഷിയും അതിന്റെ നിരീക്ഷകനുമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ പ്രായം പറഞ്ഞ എന്റെ സുഹൃത്തുക്കൾ അതേ സമയത്ത് എന്നോടൊപ്പം ഇരുന്ന് അദ്ദേഹത്തോട് സമത്തിൽ മദ്യപിച്ചിട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാളെയും അങ്ങനെ ഒരു തെറ്റിലേക്ക് അദ്ദേഹം പ്രേരിപ്പിക്കുകയും അതല്ല, നീ തെറ്റ് ചെയ്യാൻ സന്നദ്ധനാണെന്നായിരിക്കും. മദ്യപാനം തെറ്റാണെന്ന് അദ്ദേഹം ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മദ്യപാനം നിർത്തിയതിനു ശേഷവും അദ്ദേഹം മദ്യപാനം നടത്തിയിരുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ചില സവിശേഷതകളാണ്. ഒരിക്കലും ജീവിതത്തിൽ ഹിപ്പോക്രസി, കപടനാട്യം എന്നുള്ളത് അദ്ദേഹം കാണിച്ചില്ല. പറയാനുള്ള ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. ഭാര്യയോടൊക്കെ നടത്തുന്ന ചില ശകാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോകും. അവരാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വഴക്ക് പറയുകയും ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതീവ സുന്ദരമായ ഒരു ദാമ്പത്യത്തിന്റെ സൗന്ദര്യത്തിലൂടെ ആ വീട് കടന്നു പോകുന്നതാണ്. കാരണം ഉള്ളിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു രീതി ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അത് രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആ കപടനാട്യമില്ലായ്മ വലിയ അപകടമായി തീർന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യം നടക്കില്ല എന്ന് മുഖത്ത് നോക്കിപ്പോ, അതല്ല തനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഉൾപ്പെടുത്തിയിട്ട് അവനോടൊപ്പം ഇറങ്ങി തിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്. എന്നും അദ്ദേഹം മനുഷ്യന്റെ പക്ഷത്തായിരുന്നു, വേദനിക്കുന്നവന്റെ പക്ഷത്തായിരുന്നു, ദുഃഖം അനുഭവിച്ചതിന്റെ പക്ഷത്തായിരുന്നു. ഈ ലോകം മാറണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു കടന്നപ്പള്ളി. തൻ്റെ എല്ലാ സിദ്ധികളും, എഴുത്തായാലും പൊതുപ്രവർത്തനമായാലും എല്ലാം തന്നെ അതിനുവേണ്ടിയാണ് അദ്ദേഹം വിനിയോഗിച്ചത്. ലോകം നന്മയിലേക്ക് ഉണരണം എന്നെന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. നമ്മളിവിടെ ചൊല്ലിയ ആ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി ഒരാൾ എന്നോട് ചോദിച്ചു, സാറിന് അറിയും. വസത്തിൽ അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റായ സമയത്ത് കൊല്ലത്ത് വെച്ച് ആദ്യമായി ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു വലിയ സമ്മേളനം വിളിച്ചു. എങ്ങനെയായിരിക്കണം കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകർ ഒരു പുതിയ ഏറെക്കാലം ഗ്രന്ഥശാല രംഗത്തിൽ വലിയ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഗ്രന്ഥശാല രംഗത്തെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഇല്ലാതാക്കി. അതിനുശേഷം ഏതാണ്ട് ഒരു 10-15 വർഷത്തിന് ശേഷമാണ് പുതിയ ഗ്രന്ഥശാല നിയമം പ്രാബല്യത്തിലുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഉണർവോടുകൂടി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്തവണ്ണം വളരെ ശക്തമായ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനം നിലനിൽക്കുന്നു
ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അവിടെ അതിൻ്റെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി നടത്തിയ ഒരു സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ പാടാൻ വേണ്ടി അദ്ദേഹം എഴുതിയൊരു ചെറിയ കവിതയാണ് അക്ഷരപ്രഭ എന്ന് പറയുന്ന കവിത. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാ ഗ്രന്ഥശാലകളുടെയും ഒരു ഗാനമായിട്ട് മാറ്റണം. എല്ലാ ഗ്രന്ഥശാലകളുടെയും ഏത് പരിപാടിയുടെയും തുടക്കത്തിൽ ഈ കവിത ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അക്കാലത്ത് ചില ഗ്രന്ഥശാലകളിലൊക്കെ അത് ചൊല്ലുകയും ചെയ്തിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകർ തന്നെ അതിന് വേണ്ട പോലെ ഒരു പ്രാധാന്യം പിൽക്കാലത്ത് കൊടുത്തില്ല എന്നാണ് കാണുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കടമനിട്ട പത്തനംതിട്ട ജില്ലയിലെ ജനിച്ചു വളർന്ന ആളാണ്. കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഏറ്റവും അഭിമാനമായ കവിയാണ്. പക്ഷെ ആ ജില്ലയിൽ 2 കവികൾ കൂടി വലിയ തരത്തിലുള്ള പ്രശസ്തി കടമനിട്ടയോടൊപ്പം ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ ഇല്ലെങ്കിലും 2 കവികൾ കൂടി വളരെ പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനാഗീതങ്ങൾ എഴുതിയ ആളുകളുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനാഗീതം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാണെന്നെയും കാക്കുമാറാകണം എന്നുള്ള കവിതയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ കേരളത്തിലെ മിക്കവാറും സ്കൂളുകളിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണത്. അതിൻ്റെ രചയിതാവ് പന്തളം കേരളവർമ്മ എന്ന 40 വയസ്സിൽ മരിച്ചുപോയ വലിയ മഹാകാവ്യങ്ങളൊക്കെ എഴുതിയ ഒരു കവിയാണ്. മഹാകാവ്യങ്ങളൊക്കെ, പക്ഷെ ആ ചെറിയ കവിത ഇന്നും പുതിയ കാലത്തിന്റെ ഒരു ജ്ഞാനപ്പാന പോലെ മലയാളത്തിൽ നിലനിൽക്കുന്നു. മറ്റൊന്ന്, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന അതിമനോഹരമായ ഒരു പ്രാർത്ഥന എഴുതിയ കവിയാണ്. അത് പന്തളം KP എന്ന പേരിൽ അറിയപ്പെടുന്ന പന്തളം KP രാമൻപിള്ള ആണ്. അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൾ സുഗതകുമാരിയുടെ ഒക്കെ സമകാലികയായ പ്രസിദ്ധയായ ഒരു കവിയായിരുന്നു. 1950-കളിലും 60-കളിലും അവർ അവസാനം തിരുപ്പതി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിലെ പ്രൊഫസറായിരുന്നു. പിന്നീട് തമിഴ്നാട്ടിലെ അവിനാശി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അപ്പോ ഈ പന്തളം KP എന്റെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തല്ല, അദ്ദേഹം എഴുതിയ ലേഖനം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു തെലുങ്ക് വാക്ക് പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ ഈ രാധാമണി ടീച്ചർ തിരുപ്പതി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായിട്ട് ഇവിടെയുള്ള ഒരു സഹാധ്യാപകരെയാണ് വിവാഹം കഴിച്ചത്. മക്കളൊക്കെ ഇവിടെയാണ്. അപ്പോ അപ്പൂപ്പനായ പന്തളം KP മകളെ കാണാനായിട്ട് വരും. അപ്പൊ കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അപ്പൊ ആ കൊച്ചുമക്കള് അപ്പൂപ്പനോട് പറയുന്നതാണ്, അപ്പൂപ്പ ഇക്കടരാ. നമസ്കാരം. കടമനിട്ട